ഓണം, യെസ്, ഓണം ഇങ്ങെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് 90s കിഡ്സിൻ്റെ ഒക്കെ ഇടയിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ആഘോഷമാണ്. ആഘോഷം പലതരത്തിലുണ്ട്. അത് വെറും ഓണക്കോടി ഉടുക്കുന്നതോ അല്ലെങ്കിൽ ഓണത്തിന് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ചില ആൾക്കാർ രണ്ടെണ്ണം അടിക്കുന്നതോ ഒന്നുമല്ല. ആഘോഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആഘോഷം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. ഓണത്തിന് കാലങ്ങളായിട്ട് മലയാളത്തിൽ വരുന്ന റിലീസുകൾ, പണ്ട് മുതലേ വരുന്ന മമ്മൂട്ടി, മോഹൻലാൽ, ബിഗ് എമ്മുകളുടെ ചിത്രങ്ങൾ മുതൽ ഓണ റിലീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ആവേശമാണ്. ഓണത്തിനൊരു 5-6 പടം എന്തായാലും ഇറങ്ങും. അതിൽ 1-2 റൊമാൻറ്റിക്, അധികം വെടിക്കെട്ട് പടങ്ങളായിരിക്കും. അടി ഇടി പൂരം, ഇടിയുടെ പൂരങ്ങളുടെ പൂരമായ എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് ഓണത്തിന്. അപ്പോൾ ഈ ഓണത്തിനുള്ള മെയിൻ 2 പടങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ രാജുവേട്ടൻ്റെ, പൃഥ്വിരാജിൻ്റെ ഖലീഫ. ഓക്കെ. രണ്ടാമത്തെ പടം ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ നിവിൻ പോളിയുടെ BKU, ബദ്ലേഹേം കുടുംബ യൂണിറ്റ്. 2 പടങ്ങളും നല്ല പടങ്ങളാണ്. മീൻസ് അങ്ങനെ ഒരു മോശം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അലമ്പ് ഇതിലേക്ക് പോകുന്ന രീതിയിലുള്ള പടങ്ങളൊന്നുമല്ല. 2 നല്ല പടങ്ങളാണ്. അതിൻ്റെ രീതിയിൽ ആ ഒരു മേഖലയിൽ നല്ല പടങ്ങൾ. അതായത് 2നെയും നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തേ ഇല്ല. കാരണം നമ്മൾ അലുവയും, ഒന്ന് അലുവയാണെങ്കിൽ മറ്റൊന്ന് നല്ല കുരുമുളകിട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വറുത്ത ബീഫ് ഫ്രൈ ആണെന്ന് പറയേണ്ടത്. അപ്പോൾ 2നും തമ്മിൽ 2നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ അത് ബീഫ് ഫ്രൈ ആണ്. അത് ബീഫ് മുറിച്ച് വേവിച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ട് കഴിക്കുന്നൊരു സാധനമാണ്, മീറ്റാണ്. മറ്റേ സാധനം അലുവയാണ്. എന്ന് പറഞ്ഞ പോലെ ബുദ്ധിയുള്ള ആരും ചെയ്യാൻ നിൽക്കൂല ഇതിൻ്റെ 2ൻ്റെയും കമ്പാരിസൺ. പക്ഷേ ഇവിടെ ചില നെഗറ്റീവ് റിവ്യൂവേഴ്സ്, ചില ആൾക്കാർ പറയുന്നു പെയ്ഡാണെന്ന്. നമുക്കറിയില്ല പെയ്ഡാണോ, പൈസ കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പൃഥ്വിരാജിനോട് എന്തെങ്കിലും വൈരാഗ്യം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് തന്നെ ബ്ലെയിം ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പെയ്ഡ് റിവ്യൂ ആയിരിക്കും എന്ന് പറയാൻ കാരണം അതാണ്. കാരണം ഈ ഖലീഫ എന്നുള്ള പടം കണ്ടാൽ അത് കണ്ട ഒരാൾ ഒരിക്കലും കുറ്റം പറയാനൊന്നുമില്ല. ആ ഒരു ജോണറിലുള്ള, ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു മാസ് അടി, ഒരു സ്മഗ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇടിയുടെയും പകയുടെയും ഒക്കെ ഒരു കഥയാണ് ഖലീഫ. അത് അതിൻ്റെ രീതിയിൽ ആ കഥ പറഞ്ഞു പോകുന്ന ഓരോ മിനിറ്റിലും ത്രസിപ്പിക്കുന്ന, നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഇടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു പടമാണ്. മറ്റേ പടമാണെങ്കിൽ കുടുംബ യൂണിറ്റ് ആണെങ്കിൽ, ഈ കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ച് കോമഡിയിൽ ചാലിച്ച റൊമാൻറ്റിക് പ്രണയകഥ, ഒരു ഫീൽ ഗുഡ് മൂവി. അതിലും തെറ്റൊന്നുമില്ല. അതിൻ്റെ അർത്ഥം പടം മോശമാണെന്നല്ല, നല്ല മൂവിയാണ്. അപ്പോൾ ഇവിടെ വിഷയം വന്നിരിക്കുന്നത് പൃഥ്വിരാജിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം നമ്മളതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാകും, ഒരു കാര്യവുമില്ലാതെ, യാതൊരു റീസണും ഇല്ലാതെയാണ് ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത്. നമുക്കൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ആശാൻ എന്ന് പറയുന്നത് നമുക്കറിയാം. റിവ്യൂകളുടെ മെയിൻ ആളെന്ന് പറയുന്നത് സിനിമ റിവ്യൂയുടെ തലതൊട്ടപ്പൻ, അല്ലെങ്കിൽ എല്ലാ കാലത്തും സിനിമ റിവ്യൂവിൽ, അതായത് ഇന്ന് മലയാളത്തിലെ സിനിമ റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണികളുള്ള ഒരു നിരൂപകൻ എന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്കാണ്. പക്ഷെ അദ്ദേഹം ഈ അടുത്തായിട്ട് ചില പടങ്ങളെ താറൊഴിച്ച് കാണിക്കുക, അല്ലെങ്കിൽ കരിയോയിൽ വെച്ച് നശിപ്പിക്കുക എന്നുള്ള പോലത്തെ ഒരു പ്രവണത ഉണ്ടോ എന്ന് നമുക്ക് റിവ്യൂ കേട്ടാൽ തോന്നിപ്പോകും. നമുക്ക് 2 റിവ്യൂയുടെയും കുറച്ച് ഭാഗങ്ങൾ കാണാം. അതായത് ഈ ബദ്ലേഹേം യൂണിറ്റിൻ്റെയും ഖലീഫയുടെയും ഇദ്ദേഹത്തിൻ്റെ വേർഷൻ നമുക്കത് കാണാം. പടം കണ്ടവർക്ക് അറിയാം ഇത് ഒരു ബന്ധമില്ല. നിവിൻ പോളിയുടെ ഓക്കെ, ബദ്ലേഹേം കുടുംബ യൂണിറ്റ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഈ ഖലീഫയെ ഇത്രമാത്രം താറടിക്കാൻ എന്താണ് റീസൺ എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കാം. പ്രൊഡക്ഷൻ കമ്പനിയാണ് ജിനു എബ്രഹാം ഇന്നോവേഷൻ എന്ന ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനെ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം 90s-ലും 2000-കളിലൊക്കെ നമ്മൾ കണ്ട് ക്ലീഷ്യറായിട്ടുള്ള കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ വരെ കാരണമായിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമ. DOP ജോമോൻ ടി ജോൺ, ISC എഡിറ്റർ ചമൻ ചാക്കോ ഓവർ ടൈം ആണെന്ന് അറിയാലോ, ഓണായതുകൊണ്ട് ജെക്സ് വിജയെ പോലെ തന്നെ. അപ്പം ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ വൈശാഖിന്റെ യൂഷ്വൽ മേക്കിംഗ് പരിപാടിയല്ല, കുറച്ചുകൂടെ എന്താ പറയുക, ഒരു അർബൻ സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിൽ വൈശാഖ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പരിപാടി തന്നെയാണ് ഇവർ 2 പേരും ചെയ്തിട്ടുള്ളത്.
ജോമോനും ചമൻ ചാക്കോയും. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജെക്സ് ബിജോയ്. ഓൾറെഡി അത് പക്ഷെ കുറെ തവണ ഓവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ ഈ ചമൻ ചാക്കോയുടെ പരിപാടി പറയുകയാണെങ്കിൽ ഈ പൃഥ്വിയുടെ പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ, വാക്ക്, സ്ലോമോ, അതിന്റെ സ്കോർ പരിപാടി, പിന്നെ മഷ്റംസയുടെ കോസ്റ്റ്യൂം, അതൊക്കെ വെച്ചിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറെ സീൻസ് ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഭയങ്കര റെപ്പിറ്റേഷൻ. കുറെ സീൻസ് ഈ സാധനം വെച്ചിട്ട് തന്നെ വീണ്ടും വീണ്ടും കുറെ പ്രാവശ്യം വരുന്നുണ്ട്. ഇനി ഇതൊരു ആക്ഷൻ പടമാണല്ലോ. ഇതിൽ യാനിക് പെൻ, ചേതൻ ഡിസൂസ, അതുപോലെ തന്നെ ഫീനിക്സ് പ്രഭു, ഇവര് 3 പേര് ചേർന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ആക്ഷൻസ് പരിപാടി കൊള്ളാം. ബട്ട് അഗൈൻ അതും ഓരോ ആക്ഷൻ സീക്വൻസും പ്രത്യേകമായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര അപ്പീലിംഗ്. അങ്ങനെ ഒന്നാമത് ഈ സിനിമയ്ക്ക് തീരെ ഒരു ബിൽഡപ്പ് അവർക്ക് കുറെ പരിപാടികൾ വേണം. ഇതില് കുറെ ആക്ഷൻ ചേസിങ് വേണം, കുറച്ച് മാസ് ഡയലോഗ്സ് വേണം. പിന്നെ ഓഫ് കോഴ്സ് പൃഥ്വിരാജിന്റെ ഓറ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പരിപാടി, സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് കുറച്ച് കയ്യടി വേണം എന്നുള്ള പരിപാടി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അല്ല ബ്രോ, പൃഥ്വിരാജിന്റെ ഓറ, പൃഥ്വിരാജിന്റെ സ്വാഗ്, അത് നിങ്ങളെ ഏത് തരത്തിലാണ് അത് നെഗറ്റീവ് ആകുന്നത്? ഒരു മമ്മൂട്ടിയുടെ പടമാകുമ്പോൾ മമ്മൂട്ടിയുടെ ഓറയും മമ്മൂട്ടിയുടെ സ്വാഗും ഉണ്ടാവില്ലേ? എന്തിനാണ് മോഹൻലാലിൻ്റെ ഒരു പടം അല്ലെങ്കിൽ വേറൊരു നടൻ്റെ ഒരു പടം, അദ്ദേഹത്തിൻ്റെ പടമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുകളും അദ്ദേഹത്തിൻ്റെ ഓറയും സ്വാഗും ഉണ്ടാവും. നിങ്ങൾക്ക് പൃഥ്വിരാജിന് ഇഷ്ടം അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാം, എനിക്ക് പൃഥ്വിരാജിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതിന് നെഗറ്റീവ് പറയും. അത് മര്യാദയുള്ളൊരു വർത്തനാണ്. അല്ലാതെ ചുമ്മാ കാരണമില്ലാതെ നമുക്കുണ്ടാവല്ലോ, കുറ്റം പറയാൻ വേണ്ടി കുറ്റം പറയുന്ന പോലെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അരോചകമാണ്. നമ്മൾ പടം കണ്ട ആൾക്കാർക്ക് അറിയാം. ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുന്നത് പൃഥ്വിരാജിന്റെ ഇൻട്രോ ആണ്. പുള്ളിയുടെ ഇൻട്രോ ഫൈറ്റോട് കൂടി വേണം. അപ്പം സഞ്ജു ശിവരാം പറയാം, കുറച്ചു നാൾ മുൻപ് ഒരു ഫൈറ്റ് നടന്നിട്ട് എന്തായി, ഒഡിയിലുണ്ടായിരുന്നു പണ്ടതുപോലെ. കഴിഞ്ഞ ദിവസം ഒഡിയൻ കുറെ ആളെ തല്ലി. അതായത് ആ ഫൈറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് ആ ഫൈറ്റ് കാണുമ്പോ നമുക്ക് വട്ടിയിടാന്നുള്ള സാധനം വേണ്ടേ? ഒന്നുമില്ല. യെസ്, പൃഥ്വിരാജ് ഇൻട്രോ ഇതാ വരാൻ പോകുന്നു, ഇതാ ഫൈറ്റ് പിടിച്ചോന്ന് പറഞ്ഞ് അടി കല്ലപ്പിലടി. അങ്ങനെ കുറെ അടികൾ. ഇതിൽ ചില സീനിലൊക്കെ ഒരു ഖൂർക്കയായിട്ട് അഭിനയിച്ചുള്ള ഒരു മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ബ്രോ, ഒരു ആക്ഷൻ മാസ് എന്റർടൈൻമെന്റ് പടത്തില്, ഒരു അടിപ്പടത്തിൽ അടിയല്ലാതെ പിന്നെ വെടിയും പിന്നെ വേറെ പരിപാടി ഉണ്ടാവും, വെടിവെക്കലുണ്ടാവും. എന്നാലും നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടത് പൃഥ്വിരാജിൻ്റെ ഒരു ആക്ഷൻ ത്രില്ലറായിട്ടുള്ള ആയിട്ടുള്ള മൂവിയിൽ അടിയല്ലാതെ അവിടെ പൃഥ്വിരാജ് മരം ചുറ്റി പ്രേമിക്കണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് അതും കൂടി പറയൂ. നിങ്ങളുടെ ഹെയ്റ്റ് ക്യാമ്പയിന് വ്യക്തമായിട്ട് പറയാം. എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് പൃഥ്വിരാജ്, നമ്മളൊക്കെ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്ന ആൾക്കാരാണ്. എനിക്ക് ഇന്ന നടനെ ഇഷ്ടമല്ല, അയാളുടെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാണില്ല. അത് ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. അതിൽ ഒരു അന്തസ്സുണ്ട് പറയുമ്പോൾ. ഇത് ഒരുമാതിരി ഏഷ്യണിക്കാർ പരദൂഷണം പറയുന്ന പോലെ അത് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പൃഥ്വിരാജ് ഒരൊറ്റ അടി. പിന്നെ പൃഥ്വിരാജ് എന്ത് ചെയ്യണ്ടേ? നോൺസെൻസ്. പുള്ളിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറെ പരിപാടികൾ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. എസ്പെഷ്യലി മലബാർ, കോഴിക്കോട്, കൊടുവള്ളി, ഇവിടത്തെ. പിന്നെ അത് കുറെ പൊളിറ്റിക്കൽ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ഇതിൽ ഷമീദ് തുടങ്ങിയ ഒരു ക്യാരക്ടർ ഉണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട്. അപ്പൊ പുള്ളിയെ ഓഫ് കോഴ്സ് പാർട്ടിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ മലബാറിലെ ചില ഗോൾഡ് സെറ്റപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇൻഡോനസ് ഉണ്ട്. പുള്ളി വാ പുള്ളി വാ തുറന്നു കഴിഞ്ഞാല് പിന്നെ മറ്റേ ആസിഫ് അലിന്റെ മറ്റേ ഇൻഡോനസ് ഫുൾ കൊഫ. പിന്നെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്. പിന്നെ രഞ്ജി പണിക്കൊരു ക്യാരക്ടർ ഉണ്ട് അച്ഛനായിട്ട്. പുള്ളി ഇതിൽ നൈസായിരുന്നു. പുള്ളി ഞാൻ എപ്പോഴും പറയുന്ന പുള്ളി ഏറെ പിടിച്ചിട്ട് ദൂരെ ഏറെ പിടുത്തമില്ല. ഒരു പഞ്ചപാവം പക്ക അച്ഛനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സീൻ, പർട്ടിക്കുലർ ഒരു സീൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഗണ്ണെടുത്ത് വെച്ച് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ ടോപ്പ് ലെവൽ പരിപാടിയാണ് രഞ്ജി പണിക്കർ. പിന്നെ മോഹിനി അമ്മയായിട്ട്. പിന്നെ ഇതിൽ കോവിഡ് ടൈമില് ഫീൽഡ് ഔട്ട് ആയ നടിയുണ്ട് മാളവിക ശർമ്മ, തെലുങ്കന്ന്. അവരെ കൊണ്ടുവന്ന് ക്രിഞ്ച് അടിപ്പിച്ച്. അതായത് ഒരു അൻവർ സമയത്തുള്ള പൃഥ്വിരാജില്ലേ, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള പൃഥ്വിരാജിനെ കൊണ്ടുവരുന്ന സംബന്ധിച്ചുള്ള പൃഥ്വിരാജിന്റെ ഫിസിക്കും പരിപാടിയും ചാമിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. പട്ടുകളുടെ കോമ്പിനേഷൻ ഈ മലബാർ ഭാഗമായതുകൊണ്ട് കുറെ കുത്തിത്തിരികെ മാപ്പിളപ്പാട്ട്, കൈൻഡ് ഓഫ് കാലത്ത് റഹ്മാൻ കൈൻഡ് ഓഫ് സ്റ്റഫ്, അങ്ങനത്തെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. ഇൻട്രോയുള്ള സോങ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇത് മതി, ഇത്ര കേട്ടാൽ മതി, ഇതിന്റെ അപ്പുറത്തൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ആള്, ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആള് പറയുന്നത്, അശ്വന്ത് കോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജി പണിക്കർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മറ്റേ ആൾ നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് എന്തോ ഇടയ്ക്കിടയ്ക്ക് കൊഫേ പോസെ എന്ന് പറയും പോലും, അങ്ങനെ പറയാൻ പാടില്ല പോലും. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജ് ഈ റോള് ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ അശ്വന്ത് ഏട്ടന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ പടം ശരിയല്ല, ഈ പടം പോരാ പോലും. ഈ പടം അറിയിക്കുന്നില്ല, ഓണത്തിനുള്ള വിജയം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അശ്വന്ത് ഗോക്കേട്ടൻ്റെ മാർക്കിടലിൽ 10ൽ 5 കൊടുക്കുന്നുള്ളൂ. ഈ പടം എഴുതി തള്ളി അദ്ദേഹം. ഓക്കെ, ഇതേ അശ്വന്ത് ഗോക്ക് തന്നെ വളരെ വേറെ രീതിയിലുള്ള റിവ്യൂ കൂടി കാണിച്ചത്. അപ്പോൾ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്. ഒരു ആക്ഷൻ പടത്തെ, അതായത് ഒരു ആക്ഷൻ പടത്തിന് അദ്ദേഹം ഇപ്പോൾ റിവ്യൂ ചെയ്താണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, പൃഥ്വിരാജിൻ്റെ ഒരു മാസ് ആക്ഷൻ പടം, അതിൽ ഭയങ്കരമായിട്ട് അടി പോലും, ഒരുപാട് അടി. പിന്നെ 90s എല്ലാവരും ഒഴിവാക്കിയ അടിയും കുത്തും സ്മഗ്ലിംഗ് ഒന്നും ഇപ്പോൾ ആർക്കും താല്പര്യമില്ല പോലും. എടോ 90s കഴിഞ്ഞ് 2026 രീതിയിലുള്ള സ്മഗ്ലിംഗ് ഉണ്ടാവും. പണ്ട് സ്വർണം പൊട്ടിക്കലായിരുന്നു. മമ്മൂട്ടി മോഹൻലാൽ സ്വർണം പൊട്ടിക്കലല്ല. അന്ന് താരാദാസ് ആയിക്കോട്ടെ, ബൽറാമിസ് താരാദാസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മഗ്ലിംഗ്, വണ്ടിയിൽ ഗോൾഡ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വേറെ ആൾ കൊണ്ടുപോകുന്ന ഗോൾഡിനെ തട്ടിയെടുക്കാനല്ല, അയാൾ തന്നെ സ്മഗ്ലറായിട്ട് അഭിനയിക്കുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ 20ാം നൂറ്റാണ്ടിലെ പഴയ പടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും സ്മഗ്ലിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പൃഥ്വിരാജ് ഗോൾഡ് സ്മഗിൾ ചെയ്യുമ്പോൾ മാത്രമാണ് നിനക്ക് പ്രശ്നം? എന്താണ് ലോജിക്ക്? എന്താണ് ഈ പടം? ആ പടം കണ്ട ആൾക്കാരെ ഓരോ മിനിറ്റിലും ഓരോ സീനിലും ആക്ഷൻ മാസ്, ആ ഒരു പടമാണത്. ഈ പടത്തിന് അതാണ് മാസും ആക്ഷനുമാണ് ആ പടത്തിലുള്ളത്. അല്ലാതെ ആ പടത്തിൽ പൃഥ്വിരാജിൻ്റെ പടത്തിൽ മരംചുറ്റി പ്രേമല്ല ഖലീഫയിലുള്ളത്. നിങ്ങൾക്ക് വേണ്ട സാധനം അതിലില്ല. അപ്പോൾ ഇനി നിവിൻ പോളിയുടെ ബദ്ലേം കുടുംബ യൂണിറ്റ്, ഓക്കെ, അത് വേറൊരു പടമാണ്, വേറൊരു ജോണറിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമഡി ഓറിയൻറ്റഡ് ലവ് ഡ്രാമയാണത്. ഓക്കെ, അതിനെപ്പറ്റി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് കേട്ടോക്കാം. അതുപോലത്തെ എഴുത്താണ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്, അതുപോലത്തെ സിറ്റുവേഷൻസ് ആണ്. ഇതിന്റെ മൊത്തം സിനാരിയോ അങ്ങനെയാണ്. കിട്ടിലം പടം. കിരൺ ജോസിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ എഴുതിയിരിക്കുന്നത്, ഗിരീഷ് ഷെഡിയുടെ കൂടെ. വിഷ്ണു വിജയ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. അതായത് സ്ഥിരം നമ്മുടെ ഗിരീഷ് ഷെഡി പടങ്ങളിലെ പോലെ പടത്തിനോട് ചേർന്ന് പോകുന്ന പാട്ട് വരുന്ന പോകുന്ന നമ്മൾ അറിയില്ല. കാരണം അതെങ്ങനെയാണ് ഇഴുകി ചേർന്നങ്ങ് പോവണം. അജ്മലാണ് DOP, അതുപോലത്തെ അജ്മൽ സാബു DOP. നമ്മുടെ കാര്യത്തിലേക്ക് പോവാ, ഇയാള് കുറെ കാടും പാടലും മാറി. പ്രേമല് കഴിഞ്ഞതിന് ശേഷം ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് മമിത ബൈജു. അതായത് മേക്കപ്പ് പോലും ഇല്ല. അതായത് ഒരു സാധാരണ നാട്ടുംപുറത്തുള്ള ഒരു ക്രിസ്ത്യൻ ഗേൾ ആയിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ. അതെ, ആ പടം അങ്ങനത്തെ ഒരു പടമാണ്. നാട്ടിൻപുറത്തുള്ള ഒരു ബദലേം കുടുംബ യൂണിറ്റ് എന്നാണല്ലോ എന്റെ പേര്. സൊസൈറ്റിയിലുള്ള അങ്ങനത്തെ ഒരു പെൺകുട്ടി. അതെ, അത് അഭിനയിക്കുമെന്ന് മനസ്സിലാവുകയില്ല, ഒരു സെക്കൻഡ് പോലും മനസ്സിലാവും. അവര് ജീവിക്കുകയായിരുന്നു. ആയിക്കോട്ടെ, പിന്നെ തെറ്റില്ല. മമിതയും കൂടെ ഉള്ള ഒരു കെമിസ്ട്രി, അത് എന്ത് രസം അറിയാം. ഇവര് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട്. പടത്തിന്റെ കഥയോ അതാണ്. പക്ഷെ അത് തമ്മിലുണ്ടാവുന്ന കോൺട്രാസ്റ്റും അത് തമ്മിലുണ്ടാവുന്ന ഒരു കോയറന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, രണ്ടും കൂടെ വോക്കാവുന്ന സമയത്തുള്ള ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസാ. മനസ്സിലായ? എന്ത് രസാ. അതെ, മമിത ബൈജുവും നിവിൻ പോളിയും തമ്മിലെ കെമിസ്ട്രി ഭയങ്കര പോലും. ആ പടം എന്ത് രസാ എന്ന് പറഞ്ഞാൽ പടം ഭയങ്കരമായല്ലോ. ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ജോണറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമഡി വിത്ത് റൊമാൻറ്റിക് ഡ്രാമയിൽ അടിപൊളി പടമാണത്. നല്ല പടം, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഇല്ലയെന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ പടത്തെ പറഞ്ഞ ഇയാൾ അപ്പുറത്ത് പോയി ഖലീഫ കണ്ടപ്പോൾ ഖലീഫ ഇയാൾക്ക് പിടിക്കുന്നില്ല പോലും. എടോ, അത് നിനക്ക് പിടിക്കുന്നില്ല, ഓക്കെ, ഞാൻ അതിൻ്റെ വ്യക്തമായ കാരണം പറയണം. എനിക്ക് പൃഥ്വിരാജിൻ്റെ ഈ ആക്ഷൻ റോൾ ഇഷ്ടപ്പെട്ടില്ല, ഖലാസ്. അല്ല, നിങ്ങൾ എല്ലാവരും നന്നായി ചെയ്തു, പക്ഷേ കാലപ്പഴക്കമുള്ള സ്ക്രിപ്റ്റ്, 90കളിൽ പറഞ്ഞ കഥ എന്നൊക്കെ പറഞ്ഞ് 90കളിലോ 80കളിലോ 70കളിലോ കഥയായിക്കോട്ടെ, 26ൽ അതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ ആ BGM, ഓരോ സീനും എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്ലാരിറ്റി, ആ ഒരു എന്താ പറയുന്നത്, ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ, ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന, പൃഥ്വിരാജിൻ്റെ മാസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഓണചിത്രം പ്രതീക്ഷിച്ച് പോയ ആർക്കും നിരാശ ഉണ്ടാകാത്തൊരു പടം തന്നെയാണ്. ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് താറടിക്കേണ്ട പടമൊന്നുമല്ല. മനസ്സിലായി? ഇത് ഇയാൾക്ക് വ്യക്തമാണ്, ഇയാളുടെ പ്രൊപ്പഗണ്ട വളരെ വ്യക്തമാണ്. ഇയാൾ നിവിൻ്റെ പടത്തിനെ പറ്റി നല്ലത് പറയും. അതുകൊണ്ടാണ് എന്ത് രസാ. അല്ലെങ്കിൽ ഇപ്പം നിവിൻ്റെ പടം പൊട്ടിക്കണേ ഇവനെന്താ പറയുന്നത്, ഇതേ ഇവൻ തന്നെ എന്ത് ക്രിഞ്ച് പരിപാടിയായി. 40-40 വയസ്സുള്ള നിവിൻ പോളി 18 വയസ്സുള്ള പെൺകുട്ടിയെ, ജെൻസിയായ അവളെ ഇത്രയും പ്രായമുള്ള ഇവൻ വളക്കാൻ നോക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് തിരികെ കയറ്റി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇയാൾക്ക് നല്ലത് പറയുന്നതുകൊണ്ട് പറയുന്നിട്ടില്ലേ, പാട്ട് വരുന്നതും പോകുന്നതും അറിയുന്നില്ല പോലും. അയ്യോ, അതായത് പാട്ട് പാടുന്നത് ഡയലോഗ് വരുന്ന പോലെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അറിയാത്തത്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ലോജിക്ക് പറഞ്ഞതാണ്. നമുക്ക് നല്ലത് പറയണമെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റി നമ്മൾ നല്ലത് പറയാൻ തീരുമാനിച്ചാൽ അതിന് കാരണങ്ങൾ പലതും നമ്മൾ കണ്ടെത്തും.
അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തവരെ പറ്റി കുറ്റങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ യശ്വന്ത് കോക്ക്. വേറൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.